പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ റാഗിങ്ങിനിരയായി സിദ്ധാർത്ഥൻ മരിച്ചിട്ട് നാളെ 1 വർഷം തികയുകയാണ്. കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനമാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ഉന്നയിക്കുന്നത്. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചതാണെന്ന് പറയാൻ CBI അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗോവിന്ദന് മുന്നിലാണോ എന്നതാണ് പിതാവിന്റെ ചോദ്യം. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസിലെ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ നിയമപോരാട്ടം നടത്തുമെന്നും അച്ഛൻ പറഞ്ഞു. MV ഗോവിന്ദൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതാണ് ഞാൻ പറഞ്ഞത്. MV ഗോവിന്ദന് CBIയുടെ വ്യക്താവല്ലല്ലോ. എനിക്കറിയില്ല MV ഗോവിന്ദനെ CBIയുടെ വ്യക്താവായിട്ട് എന്നാണ് അയാളെ നിയമിച്ചതെന്ന്. CBIക്ക് CBIയുടെ നിയമമുണ്ട്. അങ്ങനെ ഒരു കണ്ടെത്തൽ നമുക്കറിയില്ല. തൂങ്ങിയ മരണമാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. തൂങ്ങിയാണ് മരിച്ചത്, അല്ലെ തൂങ്ങിയാണ് അത് മരണപ്പെട്ടത്. പക്ഷെ തൂങ്ങിയല്ല, തൂക്കിക്കൊന്നതാണ്. ആരെ തല്ലിയാലും കൊന്നാലും SFIക്ക് അതിൽ പങ്കില്ല എന്നാണ് MV ഗോവിന്ദനും ആർഷോയും പറയുന്നത്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് സർക്കാരിന്റെ വഴിവിട്ട നീക്കത്തിനൊടുവിലായിരുന്നു. പ്രതികളെ പരീക്ഷ എഴുതിക്കാനുള്ള നീക്കവും നടന്നു. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതികളെ ഡീബാർ ചെയ്ത നടപടി നിലനിർത്താനായി. TP ശ്രീനിവാസനെ SFIക്കാർ തല്ലിയത് ന്യായീകരിക്കുന്ന ആർഷോ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. ആർഷയുടെ സംസ്കാരം അതാ. ആർഷയുടെ ഒരു സംസ്കാരം നോക്കിക്കഴിഞ്ഞാൽ അവന്റെ കൂടെ ഒരു സഹപാഠിയെ അല്ലെങ്കിൽ സഹപ്രവർത്തകയെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഒരു സമരം ചെയ്യുമ്പോഴേ കൂടെ ഉള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ആർഷോ പറഞ്ഞതാണ്, തന്തയില്ലാത്ത കൊച്ചിനെ ഞാൻ ഉണ്ടാക്കി തരുമടി എന്ന് പറഞ്ഞതാണ്. അത് അവന്റെ സംസ്കാരം. അവനെ നന്നാക്കാനായിട്ട് ആർക്കും പറ്റില്ല. അവനെ നന്നാക്കാന്ന് അവൻ നാളത്തെ ഒരു MLA മന്ത്രിയുമായിട്ട് നാടിനെ മുടിപ്പിക്കാൻ വേണ്ടി വന്നവനാണ്. അവൻ ആ രീതിയിൽ തന്നെ പൊയ്ക്കോട്ടെ. മകന്റെ ആത്മാവിന് നീതി ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും ജയപ്രകാശ് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം.